ഹലോ ഡിയേഴ്സ്, എന്തെൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വളരെ ടേസ്റ്റിയും മോയിസ്റ്റും ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് റെസിപ്പിയാണ്. ഈ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കാം. മാത്രമല്ല നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയോ ഉപയോഗിച്ചാണ്. മൈദയോ പഞ്ചസാരയോ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഈ ഒരു പ്ലം കേക്കിൽ നമ്മൾ പല ഡ്രൈ ഫ്രൂട്ട്സ് പല സ്റ്റേജിലായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചേർക്കാൻ ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് അതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഡേറ്റ്സ് ആണ്. ഒരു 4 to 5 ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് മിക്സ്ഡ് ബെറീസ് ആണ്. അപ്പോൾ ഈ മിക്സ്ഡ് ബെറീസ് എന്ന് പറയുന്നത് ഞാൻ ഒരു പാക്കറ്റിൽ വാങ്ങിയതാണ്. ഈ മിക്സ്ഡ് ബെറീസ് തന്നെ ഉപയോഗിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതിയാവും. നമ്മുടെ റേസിൻസ്, അതുപോലെ ഡേറ്റ്സ്, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണോ ഉള്ളത്, ചെറീസോ, അങ്ങനെ ഏതാണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉപയോഗിച്ച ബ്രാൻഡ് എന്താണെന്നുള്ളത് ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതൊരു 200 ഗ്രാംസിൻ്റെ പാക്കറ്റാണ്. ഞാൻ ഇതിന് മുൻപ് ഒരിക്കൽ പ്ലം കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഒരു 100 ഗ്രാംസ് ഉപയോഗിച്ചു. ബാക്കിയുള്ള 100 ഗ്രാംസ് ആണ് ഈ ഒരു പ്ലം കേക്കിന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താലും ഒരു 100 ഗ്രാംസ് എടുക്കുക. ഇതിനകത്ത് ക്രാൻബെറീസ്, സ്ട്രോബെറീസ്, ബ്ലാക്ക് കറൻറ്റ്സ് ആൻഡ് ബ്ലൂബെറീസ് ആണ് ഉള്ളത്. സ്ട്രോബെറീസ് മാത്രം കുറച്ച് വലിയ പീസസ് ആയതുകൊണ്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് അങ്ങ് മധുരമുള്ള ബെറീസ് അല്ല ഇത്. സ്ട്രോബെറീസ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പം നല്ലൊരു ഷുഗർ കണ്ടൻറ്റ് തോന്നുമെങ്കിലും ബാക്കിയുള്ളതിൽ അത്രയും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഒരു മൈൽഡ്ലി സ്വീറ്റ് ആയിട്ടുള്ള ബെറീസാണിത്. അപ്പോൾ ഇതിൻ്റെ 100 ഗ്രാംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ഡേറ്റ്സിലോട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു സോസ് പാൻ എടുക്കുക. അതിലോട്ട് 1 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ക്യൂബ്സ് ആയിട്ടുള്ള ശർക്കര തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തും എടുക്കാം. അങ്ങനെ പൊടിച്ചോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ശേഷമോ 1 കപ്പ് മെഷർ ചെയ്ത് എടുക്കുക. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. പാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ ഡേർട്ടോ ഇംപ്യൂരിറ്റീസോ ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുക. ഞാനത് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ശർക്കരയിൽ അങ്ങനെ പൊടികളോ അഴുക്കളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ട്രെയിൻ ചെയ്യുന്നില്ല. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ബട്ടറാണ് അടുത്ത് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് ഏതാണ്ടൊരു 2 to 3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യണം. പുറത്തുനിന്ന് വാങ്ങുന്ന ടൂട്ടി ഫ്രൂട്ടി എനിക്ക് കേക്കിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത ശേഷം മാത്രമേ ഇതിനകത്ത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആൻഡ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം.
അതിലേക്കായിട്ട് ഞാനൊരു ബൗളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 1.25 കപ്പ് ആട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഹോൾ വീറ്റ് ഫ്ലവർ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് നമ്മുടെ സ്പൈസ് പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് സിനമൺ പൗഡറാണ്, ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. സിനമൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പട്ട പൊടിച്ച പൊടിയാണ്. അടുത്ത ചേർത്ത് കൊടുക്കുന്ന നട്ട്മെഗിൻ്റെ പൗഡറാണ്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ചേർക്കുന്നത് ഡ്രൈ ജിഞ്ചറിൻ്റെ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ. ഈ സ്പൈസ് പൗഡേഴ്സൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇത് ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ്, അത് എൻഹാൻസ് ചെയ്ത് ആ ഫ്ലേവർ കൊടുക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു നുള്ള് ഉപ്പ്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ച് സീവ് ചെയ്ത് എടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മറ്റൊരു ബൗളിലേക്ക് നമുക്കൊരു 2 മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് വയർ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വയർ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ശർക്കരയും ഡ്രൈ ഫ്രൂട്ട്സും കൂടിയുള്ള മിക്സ്ചർ തണുത്തോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തുകൊണ്ട് നമുക്ക് ഇനി നമ്മുടെ മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന ഇതിലോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഞാനൊരു വയർ വിസ്ക് ആണ് ഉപയോഗിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് ഞാനൊരു സ്പാച്ചുലയിലേക്ക് മാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ജ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് ചേർക്കുന്നത് നമ്മുടെ നട്ട്സ് ആണ്. നമ്മൾ ഇതുവരെ നട്ട്സ് ചേർത്തില്ല. ഞാനൊരു 1 ടേബിൾ സ്പൂൺ കാഷ്യൂസ് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 1 ടേബിൾ സ്പൂൺ കാഷ്യൂസ് എടുത്ത ശേഷം അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടി ആൽമണ്ട്സ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ കാഷ്യൂസ് തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് പോലെ തന്നെയാണ് നട്ട്സും. നമ്മൾ നേരത്തെ ചേർത്ത ബെറീസ് പോലെ തന്നെയാണ് ഇതും. വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിൻ റെഡിയാക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് മാത്രം ഒരു ബട്ടർ പേപ്പറും കട്ട് ചെയ്ത് ലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡീപ്പായിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റുള്ള പ്ലം കേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻസ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതിലോട്ട് നമ്മുടെ കേക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ കാഷ്യൂസ് ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായിട്ട് പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്ക്സിൽ ഇതുപോലെ കാഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു സ്റ്റൗ ടോപ്പിൽ നല്ല തിക്ക് ബോട്ടംഡ് ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്ത ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു 60 to 75 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. മറ്റ് കേക്കുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. മാത്രമല്ല നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒക്കെ അനുസരിച്ചും വ്യത്യാസം വരും. പക്ഷേ ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് കുക്കാവാനായിട്ട് വെക്കരുത്. കാരണം അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഞാനിത് 60 to 75 എന്ന് പറയാൻ കാരണം ഞാൻ ഇതിന് മുൻപ് തയ്യാറാക്കിയപ്പം 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് തയ്യാറാക്കിയത്. ആ സമയത്ത് എനിക്ക് 60 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ
ഈ ഒരു സെയിം ക്വാണ്ടിറ്റിയുടെ കേക്ക് റെഡിയായി കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ 6 ഇഞ്ചിൻ്റെ ഡീപ്പായിട്ടുള്ള ഒരു പാത്രമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടായിരിക്കാം ഏതാണ്ടൊരു 75 മിനിറ്റ്സ് ആയപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയത്. 60 മിനിറ്റ്സിൽ ഞാൻ ചെക്ക് ചെയ്തപ്പം നമ്മുടെ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം അത് ബേക്ക് ചെയ്തത്. അപ്പോൾ അത് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ടെമ്പറേച്ചറും നിങ്ങൾ ഉപയോഗിക്കുന്ന പാനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അതായത് ഇപ്പോൾ 75 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഞാനൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയെന്നാണ് അർത്ഥം. ഇത് നമുക്കിനി മാറ്റി കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്തപ്പോൾ കണ്ടല്ലോ, സൈഡിലൊന്നും തന്നെ ഒട്ടിയിട്ടോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു വയർ റാക്കിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ഫ്രൂട്ട് കേക്ക്സ് സാധാരണ ഏതാണ്ടൊരു 3 to 4 hours എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഡീമോൾഡ് ചെയ്ത് എടുക്കുന്നതും ഒക്കെ മോള് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പീസ് കട്ട് ചെയ്യുകയാണ് നേരത്തെ തന്നെ. ഇതിപ്പോൾ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഞാൻ ഒരു പീസ് കട്ട് ചെയ്യുകയാണ്. ബാക്കി കേക്ക് നമുക്കൊരു 3 to 4 hours കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതാ ഫസ്റ്റ് പീസ് ഞാൻ കട്ട് ചെയ്തു. അതാ മോള് കഴിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഒരു 3 hours ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കേക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.